എന്തെല്ലാം വേണം? വാക്യം അനുദ്വേഗമാകണം, പ്രിയമാകണം, ഹിതമാകണം, എല്ലാം വേണം. നിങ്ങൾക്ക് ഭാഷ വന്നിരിക്കുന്നത് പറയാനാണ്. ഒരുത്തൻ ചോദിച്ചാൽ പറയണം. ചോദിച്ചാൽ പറയാത്തവൻ, സമ്മതിക്കാത്തവൻ, വാക്കില്ലാത്തവനായി ജന്മങ്ങളുള്ളിൽ പ്രവാചകനും പറയുള്ളൂ ഭംഗിയായി. ഒരാൾ ചോദിക്കുമ്പോൾ നിങ്ങൾ കനപ്പെട്ടിരുന്നാൽ ആ കനപ്പെട്ടിരിക്കുന്ന നിമിഷം നിങ്ങളുടെ ബ്രെയിനിൽ കുറിച്ച് വെച്ചു, നാളെ നിങ്ങൾക്ക് പറയാൻ നാവില്ലാതെ. ഒരുവൻ പറയുന്നതിനെ കേൾക്കാതെ നിങ്ങൾ പറഞ്ഞാൽ നാളെ ഈ കർണങ്ങൾ നിങ്ങൾക്ക് കേൾക്കാതാവും. അല്ലാതെ നേരവ് പോയിട്ടൊന്നും അല്ല നമ്മൾ കേൾവി പോകുന്നത്. ഈ ദേവത പിൻവലിയുന്നതുകൊണ്ടാണ്. ലോകത്ത് എങ്ങനെ ജീവിക്കുന്നു പഠിക്കുന്നവന് മാത്രമേ ആരോഗ്യം ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ ദേവതയിട്ട് കുറെ കളികൾ നടത്തുന്നുണ്ട് നമ്മുടെ താൽക്കാലിക ആവശ്യങ്ങൾക്ക്. ഇതിന്റെ ശാശ്വതമായ കുഴപ്പങ്ങൾ നമ്മൾ അറിയുന്നില്ല. മറ്റൊരു തന്നെ നെല്ലിൽ ചവിട്ടി വീട്ടിലെത്തുമ്പോ നമ്മുടെ കുട്ടി ശ്വാസം മുട്ടും. അപ്പൊ നമ്മൾ തിരിച്ചറിയും ശ്വാസം മുട്ടൽ അവന് മാത്രമല്ല നമുക്ക് പ്രിയമുള്ളവർക്കും ഉണ്ടാവും. അങ്ങനെ ഈ ലോകം നന്മയിലേക്ക് പോകുന്നത്. അല്ലാതെ ശാന്തിയാത്ര നടത്തിയാലൊന്നും പോകില്ല. പല ആളുകളും മറ്റു പലരെയും കൊന്നും കൊലവിളിക്കുകയോ നടന്ന് ഒരു ദിവസം വീട്ടിലെത്തുമ്പോ അവൻ കിടക്കുമ്പോഴോ അവന്റെ വീട്ടിലെ അമ്മയെയോ അച്ഛനെയോ മക്കളെയോ ഈ അവസ്ഥയെ കാണുമ്പോഴോ അവൻ പശ്ചാത്തപിക്കാൻ തുടങ്ങും. അപ്പൊ അയൽവക്കക്കാർ പറയും ഒരുപാട് പേരെ ശരിയാക്കിയതാണ്, ഇപ്പം നിലയായിട്ടുണ്ട്. അത് കേട്ട് പേടിച്ചിട്ടാണ് അമ്മ ഉണ്ടാകുന്നത്. അങ്ങനെ ഇപ്പൊ കണ്ണൂരും തലശ്ശേരിയിലും ഒക്കെ ശാന്തി വന്നു തുടങ്ങിയത്. അല്ല നിയമം കൊണ്ടൊന്നും ശാന്തി വരില്ല, പോലീസിനെ കൊണ്ടും ശാന്തി വരില്ല. അടിച്ചാൽ അടി കൂടുതലുള്ളൂ. അടി പ്രകൃതി വരും, അത് കൂടിയടിയാണ്. മനസ്സിലായില്ല? പ്രകൃതിയുടെ അടിക്ക് മറന്നിട്ടില്ല. അതിന് ജഡ്ജ്മെന്റ് വേറെ വായനയില്ല. അതിന് പോലീസും വക്കാലത്തുമില്ല. അതിന് പ്രതിയും വാദിയുമില്ല. അവിടെ പ്രതിയും വാദിയും ജഡ്ജിയും സാക്ഷിയും എല്ലാം നമ്മുടെ ബോധം മാത്രമാണ്. നമുക്കറിയാം ഇതിനകത്ത് കൊടുത്തതിന്റെ പരിണാമമാണ്. ഒരു വാക്ക് വളരെ സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് ശബ്ദസ്പർശ രൂപരസഗന്ധാദികളുടെയൊക്കെ അധിഷ്ഠാന ദേവതകളെ അങ്ങേയറ്റം ശ്രദ്ധയോടെ ഉപാസിച്ചു വേണം മുന്നേറാൻ. ഒരു വാക്ക് വിട്ടാൽ തിരിച്ചെടുക്കാനാവില്ല. തിരിച്ചെടുക്കാനാവാത്തതൊന്നും വിടരുത്. പുരാണങ്ങളിൽ ഭംഗിയായിട്ട് പഠിപ്പിക്കും. പഠിച്ചിട്ടുണ്ടോ തോന്നുന്നു. ശ്രവണൻ തന്റെ അന്ധ മാതാപിതാക്കളെ കാവടിയിൽ എടുത്തു പോകുന്നതൊക്കെ ഗാന്ധിയുടെ കുട്ടിക്കാലത്തെ പറ്റി പഠിച്ചോ ഇന്ത്യയിലോട്ട് പഠിച്ചിട്ടുണ്ടോ അല്ലേ? ഇല്ലേ? ആ ശ്രവണന്റെ നെഞ്ചിലേക്കാണ് ഒരു അമ്പ് വന്ന് വീണത്. ശ്രവണന്റെ അച്ഛനമ്മമാര് ദുഃഖത്തോടുകൂടി മരിക്കുമ്പോൾ ദശരഥനൊരു ശബ്ദം കേട്ടു, നീയും കൂട്ടറുകൊണ്ട് മരിക്കുന്നു. ഇത് നമുക്കുള്ള സൂചനയാണ്. ദശരഥൻ മരിച്ചത് നമ്മൾ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. എല്ലാ സൗഭാഗ്യങ്ങളുമുള്ള രാജാവ് പൂർവകാലത്ത് താൻ ചെയ്ത ഒരു കർമ്മത്തിന്റെ അനന്തരഫലം തന്റെ പുത്രന്റെ സാന്നിധ്യത്തിൽ അത് രസമെന്ന് വെച്ചാൽ ശ്രവണൻ മരിച്ചിട്ടുള്ള വരുന്ന താൽക്കാലികമാണ്. മറ്റേ വേർപാട് മൃത്യുവിനേക്കാൾ കൂടിയതാണ്. കൂടിയതേ കിട്ടുള്ളൂ. പ്രപഞ്ചം ഇങ്ങനെയാണ്. പ്രപഞ്ചം അരുണു പട്ടും വെട്ടും പകരത്തിന് പകരം. അതുകൊണ്ടാണ് നന്മ ഉണ്ടായിരിക്കേണ്ടത്. അല്ലാതെ നമുക്ക് നന്മയൊന്നും വേണ്ട. നന്മ വേണോ? ഈ ഒരു സത്യമുണ്ട്, അത് മുമ്പിലെത്തുമ്പോഴും ഭീകരമാണ്. മുൻകൂട്ടി അറിയുന്നവൻ ബുദ്ധിമാൻ. മാത്രമല്ല കൊടുത്തതിൽ കൂടുതൽ കിട്ടും. കാരണം കുറെ കാലത്തെ പലിശയുണ്ട്. മാത്രമല്ല ക്വാർട്ടർലി കൂട്ടുപലിശയാണ്. അതുകൊണ്ട് വളരെ കൂടുതലാണ് ഇരിക്കുക. നന്മയായാലും തിന്മയായാലും. അതുകൊണ്ട് അത് കടന്നു വരുന്നതാണ് പാരസ്പര്യം. പാരസ്പര്യം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഓരോ ശബ്ദത്തിലുമുണ്ട് പാരസ്പര്യം. നമ്മൾ തിരിച്ചറിയാം.
നമ്മളുടെ ശബ്ദങ്ങൾ നമ്മളുടെ നേരെ എത്തുമ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ പാരസ്പര്യത്തിന്റെ സുഖം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് പാരസ്പര്യം എന്ന് പറയുമ്പോൾ ഹിതമാണ്. ആ ഹിതം ഉളവായാൽ വളരെ എളുപ്പമാണ്. വിദ്യയുടെയും അവിദ്യയുടെയും സ്വരൂപം രണ്ടാണ്. ആ വിദ്യ ലഭിച്ചാൽ, ആ വിദ്യ ലഭിക്കാൻ അധികാരിയായാൽ, ആ വിദ്യ കൊടുക്കാൻ അധികാരിയായാൽ, കൊടുക്കുന്നവനും വാങ്ങുന്നവനും തമ്മിലുള്ള പാരസ്പര്യം എങ്ങനെ വേണം? പലപ്പോഴും അപകടത്തിലാണെന്ന് യമൻ പറയുന്നത്. യമൻ പറയുന്നത് ഈ ലോകത്ത് വിദ്യയുടെ പേരിൽ നടക്കുന്ന എല്ലാ കൂട്ടുകെട്ടുകളും അവിദ്യാസ്വരൂപമാണെന്നാണ്. അതാണ് അടുത്ത മന്ത്രത്തിൽ യമൻ പറഞ്ഞു കൊടുക്കുന്നത്. പലരും ഇത് തേടി പോകാറുണ്ട്. പക്ഷെ തേടി എത്തുന്നത് മറ്റു പലയിടത്തുമാണ്. യമന്റെ അടുക്കലല്ല. ഉത്തമനായ ഒരു ഗുരുവേ ഉള്ളൂ, അത് യമനാണ്. അത് നിങ്ങൾക്ക് വേണ്ടിയല്ല. ബാഹ്യമായ ഗുരു സങ്കല്പങ്ങളൊക്കെ കഠോപനിഷത്ത് ഭംഗ്യന്തരേണ നിഷേധിക്കുന്നുണ്ട്. എന്താണ് ഗുരുഭക്തി? എന്താണ് ഗുരു? ആരാണ് ഗുരു? അപ്പൊ ഗുരു രണ്ടുണ്ട് എന്ന് പറയേണ്ടി വരും. കാര്യഗുരുവും കാരണഗുരുവും. നിന്റെ യഥാർത്ഥ ഗുരു ഇതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു തരുന്നവൻ പ്രചോദക ഗുരു. അത് ലോകത്തിലെ ഗുരുക്കന്മാർക്കൊക്കെ പറ്റും. ലോകത്തിലെ ഗുരുക്കന്മാരാരും നിങ്ങളുടെ നോട്ടീസിലൊക്കെ ജഗദ്ഗുരു എന്ന് പേര് വെച്ചാലും ജഗത്തിന്റെ ഗുരുവേ ആകുന്നുള്ളൂ, ശിക്ഷത്തിയുടെ ഗുരുവാകുന്നില്ല. ജഗത്തില്ലാത്തതാണ്. അതുകൊണ്ട് ജഗത്തിന്റെ ഗുരുവും ഇല്ലാത്തവനാണ്. ലോക ആരും പേരിന്റെ പുറകിൽ വ്യക്തിയല്ല. ഞാനും നോക്കും. എന്റെ ചിന്തയിലെ വിളിച്ചിട്ട് പറയും, പലയിടത്തൊരു ക്ലാസ് ഉണ്ടെങ്കിൽ പലർക്ക് പറഞ്ഞു നോക്കും. നോട്ടീസുകളൊക്കെ ഞാനും ചെയ്യും. ഒരു രസമുണ്ട്. പാരങ്കത പരിവ്രാജ ആചാര്യ ശ്രോത്രീയ ബ്രഹ്മനിഷ്ഠ അനന്ത ശ്രീ വിഭൂഷിത് ഏകസറാൾ ശ്രീ ശ്രീ ജഗദ്ഗുരു സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജ്. അതൊക്കെ ഒരു നമ്പറാണ്. കാരണം ആളുകൂടെ സത്യത്തിൽ അതിനകത്തൊരു സാധനമുണ്ട്. വിവരമുള്ളവൻ വായിക്കുമ്പോൾ ജഗത്തിന്റെ ഗുരുവാണ്. ജഗത്തേ ഇല്ല, ഇല്ലാത്തതിന്റെ ഗുരുവാണ്. പറഞ്ഞില്ല. കാരണം വേദാന്തമാണ് ഈ ഗുരുക്കന്മാർ പഠിപ്പിക്കുന്നത്. വേദാന്തം അനുസരിച്ച് ഈ ജഗത്തില്ല. അവർ പഠിപ്പിക്കുന്ന സിദ്ധാന്തം അനുസരിച്ച് തന്നെ ജഗത്തില്ല. ഇല്ലാത്തതിന്റെ ഒരു ഗുരു, അവ ഗുരു ഇല്ലാത്തത്. നിങ്ങൾക്ക് അധികം പറയുകയും ചെയ്തു. രസത്തിന് ആദ്യം പറഞ്ഞാൽ പുറത്തുക ഞാനോട് പറയും തല്ലുകൊണ്ട് വന്ന് അവിടെ തീരും വെച്ചിട്ട് അല്ലോ അപ്പൊ അതുകൊണ്ട് വളരെ രസകരമാണ്. ഇത് ചെയ്തിരുന്ന നമുക്ക്. കാരണം എന്താ വെച്ചാൽ ജഗത്തിന്റെ ഗുരുവാണ്. ഗുരു എന്ന് പറയുന്ന സാധനങ്ങൾ വേറെയാണ്. ഗുരു ഒന്നേ ഉള്ളൂ, അത് മൃത്യുവാണ്. ജ്ഞാനം മൃത്യുവിനെ അതിജീവിക്കുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് മൃത്യുവാണ് നിന്റെ ഗുരു എന്നൊരാൾ കാണിച്ചു തന്നാൽ അത് പ്രചോദക ഗുരുവാണ്. നിന്റെ ഗുരു ഞാനല്ല. നിന്റെ ഗുരു നിന്റെ മൃത്യുവാണ്. നീ ആ മൃത്യുവിനെ തിരിച്ചറിയും. മൃത്യുമുഖത്ത് പോകും, മൃത്യുമുഖത്തും തിരിച്ചു വരും. അത് കാണിച്ചു കൊടുക്കുന്ന ഗുരു പഴയ സമ്പ്രദായത്തിൽ അച്ഛനാണ്. അച്ഛൻ പ്രചോദക ഗുരുവാണ്. ഉപനയനമാണ് ആ ഗുരുവിനെ തേടുന്ന പന്ഥാവ്. അടുത്തിരിക്കൽ ഉപനയനത്തിൽ അച്ഛൻ പറയും, മൃത്യു ആചാര്യസ്ഥവ, ഞാനല്ല മൃത്യു. ഇതുവരെ നീ എന്നെ ആചാര്യനായി കണ്ടു, ഞാൻ നിന്റെ അച്ഛനാണ്. ഞാൻ എന്തിനാണ് നിന്നെ ജനിപ്പിച്ചത്? മൃത്യുവിന്റെ റിക്രൂട്ട്മെന്റിന്. മൃത്യുവിനാണ് നിന്നെ ജനിപ്പിച്ചത്. ഞാൻ മൃത്യുവിലേക്ക് പോകുന്നവൻ. മൃത്യുവിന്റെ അടുക്കിലേക്ക് പോകുന്ന ഞാൻ മറ്റൊരു തന്നെ കൂടെ മൃത്യുവിന് വേണ്ടി ജനിപ്പിച്ചിരിക്കുന്നു. നിനക്ക് സാമർഥ്യമുണ്ടെങ്കിൽ മൃത്യുമുഖത്ത് പോയി തിരിച്ചു വരും. നീ മൃത്യുവിന് എതിർപ്പെടരുത്. ഇതാണ് ബ്രഹ്മവിഷ്ണന്റെ ലോകം. ഇതായത് സമ്പ്രദായം. ഇത് സാമ്പ്രദായിക വിദ്യ. അതുകൊണ്ട് ഇതിനെ സമ്പർക്ക വിദ്യ എന്ന് പറയും. അതിന്റെ സന്ദർഭം ഉപനയനം എന്ന് പറഞ്ഞാൽ വിഷയവികാരങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന, അത് കൂടുതൽ സജീവമായി ഉണരുന്നതിന് മുമ്പ് വേണം മൃത്യുമുഖത്ത് പോകാൻ.
മൃത്യുവിന് പേടിയുണ്ടാവില്ല. മൃത്യുവിനോട് പേടിയില്ലാത്തത് ശൈശവമാണ്, കൗമാരമാണ്. ഇല്ല, മൃത്യുവിന്റെ ലോകത്തിലൊന്ന് പോയി വരാൻ തന്റെ ഉള്ള അന്നേരമാണ്. മൃത്യുവിന് അവന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിസ്സാരമാണ്. അതുകൊണ്ടല്ലേ നിങ്ങളുടെ പട്ടാളക്കാരെ മുഴുവൻ ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്? അതുകൊണ്ടല്ലേ ഈ ചാവരപ്പടയെ ബില്ലാതിനും വെച്ച് കൊച്ചു പിള്ളേരെ റിക്രൂട്ട് ചെയ്യുന്നത്? അല്ല കിളവന്മാരെ റിക്രൂട്ട് ചെയ്തിരുന്നെങ്കിൽ ഇത് വല്ലതും നടക്കുമോ? ഈ ലോകത്ത് ശാന്തി വരണമെന്നുണ്ടെങ്കിൽ ഇനി മുതൽ പട്ടാളത്തിൽ 60-ന് മുമ്പുള്ള ഒരുത്തനെ എടുക്കുകയെന്ന് എല്ലാ രാജ്യവും കൂടെ തീരുമാനിക്കുകയാണ്. ഇത് കുഴപ്പമുണ്ടാകും. വയസ്സന്മാരൊക്കെ തോരണം കെട്ടാനും കുഴി കുത്താനും അടി നടത്താനുമുള്ള സൈന്യമാവുകയും ചെറുപ്പക്കാരൊക്കെ ഭരിക്കാനും ആവുകയാണെങ്കിൽ ഈ ലോകത്ത് ശാന്തി ഉണ്ടാവും. നമ്മുടെ രാഷ്ട്രപതി ഭവനിലും PMOയുടെ ഓഫീസിലുമൊക്കെ ഇരിക്കുന്ന എല്ലാ കിളവന്മാരെയും പിടിച്ച് ഈ അണികളായിട്ട് താഴോട്ടും വിടുക, എല്ലാ ചെറുപ്പക്കാരെ പിടിച്ച് മുകളിലോട്ടും വിടുകയാണെങ്കിൽ ഒരടി നടത്തിയല്ല. അവർ കൂടി ഒരു ചായം കുടിച്ച് വീണ്ടും പോകുമ്പോഴായിരുന്നു. നിർത്തല നമുക്ക് പറഞ്ഞു തീർക്കാവുന്നത് അല്ലേ? എന്റെ മുട്ട് വേദനിക്കുന്നതാ, നടക്കാൻ പോലും വയ്യ, നീ അരിക്കരുതടാ എന്ന് പ്രധാനമന്ത്രി രാഷ്ട്രപതിയോടും പ്രതിപക്ഷ നേതാവിനോടും ഒക്കെ പറയും. എടോ പിന്നെ എനിക്കാണോ ഞാൻ ഡയബറ്റീസും എല്ലാം കൂടെ കുറവായി കിടക്കുകയാണ്, അതുകൊണ്ട് തല്ലുണ്ടോ, നമുക്ക് ചായ കുടിച്ച് ചെയ്യാം, പഞ്ചസാര ഇട്ടുണ്ടോ കേട്ടോ എന്ന് പറയും. ചിലവും അതുകൊണ്ട് ഇതൊന്ന് ആലോചിക്കാവുന്നതാണ്. രാഷ്ട്രീയക്കാരൊന്ന് എഴുതി അയക്കാവുന്നതാണ് രസകരമായിട്ട്. ഇന്നില്ലാതെ ഒരു 60 കഴിഞ്ഞ ഒരു കിളവനെ പിടിച്ച് ഒരു വിമാനം ഏൽപ്പിച്ചിട്ട് പറയാണ് കൊണ്ട് അവിടെ ഇരിച്ചിട്ട് പോകാൻ പറയാൻ ഇരിക്കുമോ? ഞാൻ പറയാം ആലോചിക്കേണ്ട വലിയ ഭാര്യയുണ്ട്, അവളോട് ചോദിച്ചിട്ട് ഇതിലെ ചെറുപ്പം മൃത്യു വളരെ അകലെയാണ് ശൈശവത്തിന്, കൗമാരത്തിന്. അപ്പൊ അവിടെയാണ് മൃത്യുവിന്റെ അടുക്കലേക്ക് വിടുന്നത്. ധീരതയുണ്ട്, അവൻ ധീരനാണ്. അപ്പം അവൻ ധീരനാണ്, പറഞ്ഞു കൊടുക്കുന്നവനും ധീരനായിരിക്കണം. മൃത്യുവാണ് നിന്റെ ഗുരു. മൃത്യുവിന്റെ അടുക്കലാണ് എത്തേണ്ടത്. നീ മൃത്യുവിന്റെ അടുക്കൽ തന്നെ എത്തിയിരിക്കുന്നു. വലിയ രസേ, ഞാനാണ് മൃത്യു, നീ എന്റെ അടുക്കൽ തന്നെ എത്തിയിരിക്കുന്നു. മറ്റേ സംഭവിക്കാറുള്ളത്, ഈ ആധ്യാത്മികതയെ അന്വേഷിച്ച് എല്ലാവരും മറ്റു ഗുരുക്കന്മാരെ തേടി ശരീരികളായവരുടെ അടുക്കൽ പോകും. മൃത്യുള്ളവന്മാരുടെ അടുക്കൽ തന്നെയാണ് പോവുക. മൃത്യുള്ളവനുമായി നീ കൂട്ടിച്ചേർന്ന് നീയും അവനും കൂടെ കൂടി മൃത്യുവാകുന്ന കുണ്ടിൽ വീഴും. അതാണ് ഇന്നത്തെ ഗുരുകുലങ്ങളും കൂട്ടുകെട്ടുകളും മുഴുവനെന്ന് കടോപനിഷത്ത്. അത് ഏറ്റവും ഭംഗിയായി പറയുന്ന ശ്ലോകമായിരുന്നു. പഠിക്കാതിരിക്കുകയാണ് നല്ലത്. പഠിച്ചാലിരുന്നവരുള്ള പണി നമുക്കെല്ലാം നഷ്ടമാണ്. ഉള്ള ഭംഗിയായിട്ടാ പറയുന്നത്, ശ്രദ്ധിച്ചോളൂ. അവിദ്യായാമന്തരേ വർത്തമാനാഃ സ്വയം ധീരാഃ പണ്ഡിതം മന്യമാനാഃ രംദ്രമ്യമാനാഃ പര്യന്തി മൂഢാഃ അന്ധേനൈവ നീയമാനായ അന്ധാഃ. ഈ ശ്ലോകം മുമ്പൊരിക്കൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതേ സ്ഥലത്തുനിന്ന് മുമ്പൊരിക്കൽ പഠിച്ചിട്ടുണ്ട്. മുണ്ടകോപനിഷത്തിൽ ഒരു മാറ്റമുണ്ട്. ആ ദന്ത്രമ്യമാണ എന്നത് സ്ഥലത്ത് ജൻഖന്യമാന എന്ന് മാത്രമാണെന്നുള്ള വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാം സമമാണ്. അഗ്നി 7 നാവുകളോടുകൂടി വരൂ വരൂ വത്സ എന്ന് പറഞ്ഞുകൊണ്ട് യജമാനെയും കൂട്ടി ഹവിസായി ഭവിച്ച് സ്വർഗലോകങ്ങളിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞു തരുന്നതിനെ പഠിപ്പിച്ചിട്ട് ഇങ്ങനെ ഏതൊരുവനാണോ പറയുന്നത്, പ്രവർത്തിക്കുന്നത്, പഠിപ്പിക്കുന്നത് അവൻ ഈ ലോകത്താണെന്ന് പറഞ്ഞൊരു ശ്ലോകം പഠിച്ചു ഓർമ്മയുണ്ടാവും. ഇല്ല, മുണ്ടകത്തില് മറന്നുപോയി. ഇതിപ്പോ എടുത്തു നോക്കണം. എപ്പോഴെങ്കിലും ഒന്നുകൂടെ ഓർക്കാൻ ക്ലാസ് കഴിഞ്ഞാണ്. അത് പഠിക്കാൻ മറക്കുക മഹാലിംഗരാണെന്നാണല്ലോ. കാളികരാളി മനോജവാച സുലിംഗിനി വിശ്വവിശീജ ദേവി എന്ന് പറഞ്ഞ് അവിടെ പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. അപ്പൊ ആ ദേവി നമ്മളെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് അങ്ങനെ ആരുടെ പഠിപ്പിക്കുന്നു അവൻ അവിദ്യയുടെ അന്തരത്തിൽ വർത്തിക്കുന്നവനും ഒക്കെയാണെന്ന് പറഞ്ഞാൽ ഈ ശ്ലോകം തന്നെ നമ്മളവിടെ പഠിച്ചതാണ്. ഇവിടെ സന്ദർഭം കുറെ കൂടെ ഗംഭീരമാണ്. അവിദ്യയായാം അന്തരേ വർത്തമാനാഃ. അവിദ്യയിൽ, അന്തരത്തിൽ, അവിദ്യയുടെ മധ്യത്തിൽ, അവിദ്യയുടെ കൊടുമുടിയിൽ, അതിന്റെ മധ്യത്തിൽ, അതിന്റെ ഏറ്റവും ശൃംഗത്തിൽ, അതാണ് മധ്യം. ചുറ്റുമുള്ളതിന്റെ മധ്യം ശൃംഗം.
അവിദ്യയുടെ കൊടുമുടിയിൽ വർത്തിക്കുന്നവരും സ്ഥിതി ചെയ്യുന്നവരും സ്വയം താൻ തന്നെ ധീരാഹ, ധീരന്മാരും നീതി ലഭിക്കുന്നവർ ബുദ്ധിമാന്മാരും എന്ന് വിചാരിക്കുന്നവരും പണ്ഡിതം മന്യമാനാഹ, പണ്ഡിതന്മാർ എന്ന് കരുതുന്നവരും ആയ മൂഢാഹ, മൂഢന്മാർ. എങ്ങനെയോ നോക്കുക, പണ്ഡിതനെ അമൂഢാന്ന് വിളിക്കുന്നു. സ്വയം ധീരന്മാരും പണ്ഡിതന്മാരുമാണെന്ന് കരുതുന്ന മൂഢന്മാർ, മൂഢാഹ, വിവേകമില്ലാത്തവർ. അന്ധേന ഏവ നീയമാനാഹ, അന്ധനാൽ തന്നെ, കുരുടനാൽ തന്നെ, കണ്ണ് കാണാത്തവനാൽ തന്നെ നീയമാനാഹ, നിയമാനന്മാരുമായ നയിക്കപ്പെടുന്ന അന്ധാ തഥാ യഥായേവ, അന്ധന്മാർ എന്ന പോലെ, അന്ധൻ നയിക്കുന്ന അന്ധനെ എന്ന പോലെ. ഗംദ്രമ്യമാണാഹ, ഏറ്റവും കുടിലവും അനേക രൂപവുമായ ഗതിയെ ഗമിച്ചുകൊണ്ട് പര്യന്തി ചുറ്റിത്തിരിക്കുന്നു. ഈ ആത്മലോകമെന്ന് പറഞ്ഞ് കാണിക്കുന്ന തട്ടിപ്പ് മുഴുവൻ ഇതാണെന്ന് കഠോപനിഷത്ത് പച്ചയായി പറയുക. ഈ മൃത്യുവിനെ തിരിച്ചറിയുന്ന ലോകമൊഴിച്ച് മറ്റു മനുഷ്യൻ ജനിച്ചതും മരിക്കാനാണ്. മരണമില്ലാതാകണമെങ്കിൽ സ്വന്തം മൃത്യുവിനെ ഉപാസിച്ച് കണ്ടെത്തണം, മൃത്യുമുഖത്തേക്ക് തിരിച്ചു വരണം. അതിന് പകരം ഈ ഭൂമിയിലെ നശ്വരങ്ങളായ വസ്തുക്കളെ വെച്ച് ഉപാസന അതാണെന്നും ഇതാണെന്നും അങ്ങനെയാണെന്നും ഇങ്ങനെയാണെന്നും പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ അത്രയും അന്ധനെ നയിച്ചതുപോലെയാണ്. നഷ്ടം മാത്രമാണ്. ആകെ നഷ്ടമാവാക്കി ഇത്രയും കാലം നടക്കുകയല്ല. കുറെ കാലം മണിയിലേക്ക്, പിന്നെ കുറെ കാലം കാല് കഴുകി ചേർക്കാം. ഇതെല്ലാം നടക്കും. ഇതൊക്കെ നടക്കും. ഇതെല്ലാം നഷ്ടമാണ്. ഇതൊക്കെ ഒരന്തൻ വേറെ അന്തന് പറഞ്ഞു കൊടുത്തതാണ്. രണ്ടന്തനും കൂടെ കൂടിയില്ല. വളരെ പച്ചയുണ്ടാവും, വളരെ പച്ചയായി. ഇതൊഴിയോ? അതുകൊണ്ടാണ് നിങ്ങളൊന്നും ഉപനിഷത്തുകൾ പഠിക്കരുത്, മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കരുത്, അതൊക്കെ സാത്താന്റെ വചനമാണെന്ന് ഇന്നെല്ലാവരും പറയുന്നു. ഒരു ഉപനിഷത്തൊന്നും പഠിക്കില്ല, നിങ്ങൾക്കൊന്നും ഉള്ളതല്ല. നിങ്ങൾ വല്ല ഭാഗവതമൊക്കെ വായിക്കുകയോ ഭാഗവത സപ്താഹമൊക്കെ നടത്തുകയോ അതിന് പുസ്തകമായിട്ട് മുമ്പിൽ വന്നിരിക്കുകയോ സപ്താഹത്തിൽ ഓരോ അവതാരവും വരുമ്പോൾ അതിനുള്ള പൂജയ്ക്കുള്ള സാധനങ്ങൾ അടിപ്പിക്കുകയോ വല്ല ചേനയോ കിഴങ്ങോ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ സദ്യക്ക് അവിടെ കൊണ്ട് കൊടുക്കുകയോ കനത്ത ദക്ഷിണ കൊടുക്കുകയോ സപ്താഹത്തിൽ പങ്കെടുത്തില്ലെങ്കിലും അവസാനത്തെ ദിവസം ദക്ഷിണ കൊടുത്താൽ അതിന്റെ പുണ്യം മുഴുവൻ കിട്ടും. പങ്കെടുക്കാൻ എനിക്ക് വീട്ടിലെ പൊക്കോളും പങ്കെടുക്കണമെന്നില്ല. അവസാനത്തെ ദിവസം ഉണ്ടാകണം അവഭൃത സ്നാനത്തിൽ. അത് കഴിഞ്ഞുള്ള ദക്ഷിണയിൽ നിശ്ചയമായി ഉണ്ടാവണം. ശരിയായി ഇല്ലെങ്കിൽ രക്ഷപ്പെടുക. അതൊക്കെ വഴിയിൽ അമ്പലം പണിയുക, വഴിയിൽ പള്ളി പണിയുക, മോസ്ക് പണിയുക. ഈ മോസ്കും പള്ളിയും അമ്പലവും ഒന്നും പണിത് ആർക്കും മോശം കിട്ടിയിട്ടുള്ള വഴക്കേ ഉണ്ടായിട്ടില്ല. ആയിരം അമ്പലവും പള്ളിയും മോസ്കും ഒക്കെ ഇറങ്ങി വരുന്നത്. കാരണം മനുഷ്യൻ പകലുകൂടെ പണിയാൻ പോയി കഴിഞ്ഞാൽ കോടതി പോകും. അതിനാണ് വെള്ളിയാഴ്ച വൈകുന്നേരം ശനിയാഴ്ചയും ഞായറാഴ്ചയും അവധിയായിട്ട് കോടതി ഇല്ലാത്ത ദിവസം നോക്കി നേരത്തെ വാർത്തയ്ക്ക് ഒന്നിച്ചുകൊണ്ട് വെക്കുക. അതുകൊണ്ട്